നിശ്ചിതമായ വാക്കുകളിലൂടെ ഒരു പെൺകുട്ടി അവളുടെ ദുരനുഭവങ്ങൾ മുഴുവനും ഇന്നലെ 24 പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ രാജിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സിദ്ദീഖിന് എതിരെ ആളുകൾ സംസാരിച്ചു തുടങ്ങി. ഇന്ന് കാലത്തും പല നടന്മാരും സ്വകാര്യമായും അല്ലാതെയും രാജി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഏറ്റവും അവസാനം രാജിയല്ലാതെ മറ്റു വഴിയില്ല എന്ന് കണ്ട നടൻ സിദ്ദീഖ് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് രാജി അയച്ചു കൊടുത്തു എന്നാണ്. മാത്രമല്ല ഈ രാജി അദ്ദേഹം 24 അല്പം മുമ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ പരാതിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമ്മ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ ഉമാ തോമസ് അല്പം മുമ്പ് തൃക്കാക്കര MLA സംസാരിക്കുമ്പോൾ പറഞ്ഞത് അമ്മ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖ് രാജിവെച്ചത് വളരെ നന്നായി എന്ന് തന്നെയാണ്. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. കൂടുതൽ ആളുകൾ ഈ രാജി നന്നായി എന്ന അഭിപ്രായവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ശ്രീകാന്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്രീകാന്ത് പറയൂ. SKN സിദ്ദിഖിന്റെ രാജി, അതായത് അമ്മ ജനറൽ സെക്രട്ടറിയുടെ രാജി സിനിമാ മേഖലയെ ഒന്നാകെ പിടിച്ചുലച്ചു എന്ന് തന്നെ പറയാം. കാരണം 2021 നടി രേവതി സമ്പത്ത് ആദ്യമായി ഈ വിഷയം ഉന്നയിക്കുന്നത്. അതവർ ഈ നടൻ സിദ്ദിഖിനെ മാത്രമല്ല ലക്ഷ്യമിട്ടത്, നേരെ മറിച്ച് ഒരു 6 പേരുടെ പേര് അവർ പറഞ്ഞുകൊണ്ടാണ് ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായത്. സമൂഹ മാധ്യമങ്ങളിൽ അന്നത് ചർച്ചയായിരുന്നു. പക്ഷേ പിന്നീട് അതിന്മേൽ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വന്നതിന് ശേഷം അവർ അതിവൈകാരികമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചതും തനിക്ക് ഈ വിഷയത്തിൽ നീതി കിട്ടിയില്ല എന്നവർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ തുറന്നടിക്കുകയും ചെയ്തത്. 24 ഇന്നലെ രാത്രി ഹഷ്മിയുടെ എൻകൗണ്ടർ ചർച്ചയിൽ വന്നിരുന്ന അവർ പറഞ്ഞത് അത്രയും അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ മാത്രമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു നടൻ സിദ്ദിഖിന്റെ രാജി. അദ്ദേഹം ഊട്ടിയിലാണ് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. വിളിക്കുന്നവരോട് അദ്ദേഹം അങ്ങനെയാണ് മറുപടി നൽകുന്നതും. ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ നിന്നും പോയിരുന്നു, ഈ ഷൂട്ടിങ്ങിന് വേണ്ടി പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നതും. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ അത് വളരെ ലാഘവത്തോടു കൂടിയാണ് നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തരത്തിലും അമ്മയ്ക്കുള്ളിൽ അമ്മയുടെ അംഗങ്ങളായ നടികൾ അല്ലെങ്കിൽ നടന്മാർ ആരും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ തങ്ങൾക്കുള്ളതായി പരാതിപ്പെട്ടിരുന്നില്ല. ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നടൻ സിദ്ദിഖ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നടൻ സിദ്ദിഖിന്റെ വാക്കുകൾ അപ്രകാരവുമായിരുന്നു. അപ്പോൾ തന്നെ വലിയ പ്രതിഷേധം അമ്മയ്ക്കുള്ളിൽ തന്നെ ഉയർന്നു. അമ്മയിൽ 2 വിഭാഗങ്ങളായി തിരിഞ്ഞ് അത് വലിയ പ്രതിഷേധത്തിലേക്കും പോയിരുന്നു. നടൻ ജഗദീഷ് ആ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനവുമായി എത്തി. ഒറ്റപ്പെട്ട സംഭവമല്ല, പല ആളുകൾക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പരാതികൾ വരുമ്പോൾ അതെങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവമാകുന്നത്? അതിൽ കൃത്യമായ നടപടി വേണം. ഇതായിരുന്നു സിദ്ദിഖ് പറഞ്ഞത്, ജഗദീഷ് പറഞ്ഞത്. ഇന്നലെ നടി ഉർവശി പറഞ്ഞതും ഇതാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി വേണം, ഇതിൽ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഉർവശിയും, സംസ്ഥാന അവാർഡ് നേടിയ നടി കൂടിയായ ഉർവശിയും പറഞ്ഞത് അതാണ്. ഒപ്പം അൻസിബ ഹസൻ എക്സിക്യൂട്ടീവ് അംഗം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് ദുരനുഭവമില്ല, പക്ഷേ തന്റെ ഒപ്പം ഉണ്ടായിരുന്ന തന്റെ സഹപ്രവർത്തകർക്ക് ദുരനുഭവമുണ്ട്, അത് തനിക്കറിയാവുന്നത് കൂടിയാണ്. അങ്ങനെയെങ്കിൽ അതിൽ നടപടി ഉണ്ടായേ തീരൂ എന്ന് അൻസിബ ഹസനും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അത്തരത്തിൽ അമ്മയ്ക്കുള്ളിൽ തന്നെ ഭിന്നസ്വരം ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി മാധ്യമപ്രവർത്തകരെ കണ്ട ഈ സിദ്ദിഖ് അടക്കമുള്ളവർ പ്രശ്നങ്ങളില്ല എന്ന് പറയാനാണ് ശ്രമിച്ചത്. പക്ഷേ അമ്മയ്ക്കുള്ളിലെ തന്നെ പൊട്ടിത്തെറി അത് ഏറ്റവും ഒടുവിൽ സിദ്ദിഖിന്റെ സ്ഥാനം തെറിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. രേവതി സമ്പത്ത് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അത് പോലീസ് കേസിലേക്ക് അടക്കം പോകും എന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്കകത്ത് തന്നെ ചർച്ചകൾ വന്നിരുന്നു. കാരണം ഇവർ ഇത്തരത്തിൽ ഈ ലൈംഗിക ക്രൂരതയ്ക്ക് ഇരയായി എന്ന ആക്ഷേപം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വലിയ തോതിൽ പ്രായക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആക്ഷേപമായി വരുന്നത്. +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെയാണെന്നാണ് അവർ പറഞ്ഞതും. ഈ പശ്ചാത്തലത്തിൽ അതൊരു പോലീസ് കേസിലേക്ക് അടക്കം പോകും എന്ന് ആക്ഷേപം ഉയർന്ന ഘട്ടത്തിലാണ് സിദ്ദിഖ് ഒരുപക്ഷെ മാറി നിൽക്കാൻ തയ്യാറായത്. അമ്മയ്ക്കുള്ളിൽ ഒരു ചർച്ച ഇന്നലെ നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാറി നിൽക്കുന്നതാണ് ഉചിതം എന്ന്
സിദ്ദിഖിന് കൃത്യമായ ഉപദേശം കിട്ടി എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. 2 വരിയിൽ അദ്ദേഹം രാജിക്കത്ത് എഴുതിയിരിക്കുന്നത്. മോഹൻലാലിന് അയച്ച രാജിക്കത്തിൽ പറഞ്ഞത് ഈ നടന്ന സംഭവങ്ങൾ ഇതൊക്കെ തന്നെ ആരോപണങ്ങളൊക്കെ തന്നെ അറിഞ്ഞു കാണുമല്ലോ, ഈ പശ്ചാത്തലത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തൊന്നും താൻ മാറി നിൽക്കുന്നു എന്നാണ് സിദ്ദിഖ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഒരു കാര്യം SKN എടുത്തു പറയേണ്ടത്, ഇനി ഈ വിഷയത്തിൽ ആരൊക്കെ കൂടുതൽ പ്രതികരണവുമായി രംഗത്ത് വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കീ പോസ്റ്റിലിരിക്കുന്ന അമ്മയുടെ തലപ്പത്തുള്ള ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന നടൻ തന്നെ അതിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നു, ആരോപണ വിധേയനായി നിൽക്കുന്നു. ഇത് ഒരു പക്ഷേ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ഒട്ടനവധി നടിമാർക്ക്, ഒട്ടനവധി അഭിനേതാക്കൾക്ക് കൂടുതൽ ആരോപണവുമായി പരാതികളുമായി രംഗത്തു വരുന്നതിന് പ്രചോദനമായേക്കാം. ഇന്നത്തെ ദിവസം വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. ഒരുപക്ഷെ ആരോപണ ശരങ്ങൾ കൂടുതൽ ആളുകൾക്കെതിരെ ഉണ്ടായേക്കാം. നടൻ രഞ്ജിത്തിനെതിരെ കഴിഞ്ഞ ദിവസം ബംഗാളി നടി നടത്തിയ ശ്രീലേഖ മിത്ര നടത്തിയ ആക്ഷേപമുണ്ട്, ആരോപണമുണ്ട്. അതിന്മേൽ ഒരു പക്ഷേ പരാതിയായി പോലും വരാനുള്ള സാധ്യത ഉരുത്തിരിയുകയും ചെയ്യുന്നുണ്ട്. ആരെങ്കിലും കേരളത്തിൽ സഹായിച്ചാൽ, തനിക്കൊപ്പം നിന്നാൽ പരാതി നൽകും എന്നവർ ഇന്നലെ വൈകുന്നേരം ചില മാധ്യമങ്ങളോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അതും ഒരു പക്ഷേ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. SKN സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമാ മേഖല കടന്നു പോകുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൊടുത്തുവിട്ട അതിൻ്റെ ഒരു അലയൊലി, ആ അലയൊലി അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. അമ്മ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം തെറിച്ചിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സ്ഥാനം എപ്പോൾ അദ്ദേഹം രാജിവെക്കും എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. അത്രയധികം പ്രതിരോധത്തിലാണ് സർക്കാരും. അദ്ദേഹത്തെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട് അദ്ദേഹം സ്വമേധയാ രാജിവെക്കട്ടെ എന്ന നിലപാടിൽ തന്നെ സർക്കാരും എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇനി കൂടുതൽ പരാതികൾ വരുമോ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു നടി അമ്മയ്ക്ക് വീണ്ടും ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് 2006 തൻ്റെ കതകിന് മുട്ടിയതുമായി ബന്ധപ്പെട്ടും ഒരു സംവിധായകൻ തൻ്റെ കതകിന് മുട്ടിയതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല. അതോടൊപ്പം തനിക്ക് നൽകിയ ശമ്പളം അത് കൃത്യമല്ല, അത് തനിക്ക് നൽകിയില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെ വീണ്ടും അവർ അമ്മയ്ക്കൊരു പരാതി നൽകിയിരുന്നു. പോലീസ് കേസായി ഇതൊക്കെ പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് മലയാള സിനിമാ ലോകം എന്ന് പറയാതിരിക്കാനാകില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരുതല മൂർച്ചയുള്ള വാളായി മാറുകയാണ്. ഇനി അമ്മയുടെ ഇതിൽ ഔദ്യോഗികമായുള്ള പ്രതികരണം എന്താണ് എന്നറിയാൻ കാത്തിരിക്കണം. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് ഈ രാജി അംഗീകരിച്ചുകൊണ്ട്, എക്സിക്യൂട്ടീവ് ചേർന്ന് രാജി അംഗീകരിച്ചുകൊണ്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇതിനോടകം തന്നെ ജയൻ ചേർത്തല അടക്കമുള്ളവർ പറഞ്ഞത് അത് നന്നായി എന്നുള്ളതാണ്. അതിൽ നിന്നും ഒരു കാര്യം അനുമാനിക്കാം, അമ്മ ഈ രാജി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇന്നലെ ഈ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി സിദ്ദിഖ് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഈ രാജി അമ്മ അംഗീകരിച്ചിരിക്കുന്നു. പുതിയ ജനറൽ സെക്രട്ടറി അടിയന്തരമായി താൽക്കാലികമായി ചുമതല ഏറ്റെടുക്കും എന്നുകൂടി ഈ ഘട്ടത്തിൽ നടൻ ടിനി ടോം കൂടി നമുക്കൊപ്പം ചേരുന്നു. ടിനി ടോം, സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. എന്താണ് ടിനി ടോമിന് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. ജനാധിപത്യ ബോധമുള്ള ഒരാൾ ചെയ്യേണ്ട ഇത് തന്നെയാണ്. ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം അഗ്നിശുദ്ധി വരുത്തിയിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പല ആൾക്കാരും. അപ്പൊ അത് ജനാധിപത്യപരമാണ്. അപ്പൊ അതിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചാൽ അദ്ദേഹത്തിന് ഇതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ചു വരാമല്ലോ. ഓക്കെ, ആരോപണ വിധേയമായ സാഹചര്യത്തിൽ രാജി തന്നെയാണ് കരണീയം എന്നാണ് ടിനി പറയുന്നത് അല്ലേ? അതെ. അപ്പൊ അതിന് നേരിട്ട് അല്ലാതെ തന്നെ പിടിച്ചിരിക്കുക എന്നുള്ളതല്ല. അത് വളരെ അനുചിതമായ സമയത്ത് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തതും. ടിനി ടോമിനെ പോലുള്ള ആളുകൾ ഔപചാരികമായി ഇങ്ങനെ ഒരു രാജി വേണം എന്ന് അമ്മയിൽ ആവശ്യപ്പെട്ടിരുന്നോ? ഇല്ലില്ല, ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ചില നടന്മാരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അനൂപ് ചന്ദ്രനെ പോലുള്ള ചില താരങ്ങളൊക്കെ അമ്മ പ്രസിഡന്റ് കത്തയച്ചു എന്ന രീതിയിൽ പറഞ്ഞിരുന്നു നമ്മോട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ഇല്ലില്ല, നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സ്വമേധയാ എടുത്ത തീരുമാനം എന്ന കാലത്താണ് അദ്ദേഹം രാജി സന്നദ്ധത അറിയിച്ചത്. ഓക്കെ, താങ്ക് യു ടിനി ടോം നമുക്കൊപ്പം ചേർന്നതിന്.
വിഷ്ണു സുരേഷ് ഇപ്പോൾ മറ്റൊരു വാർത്ത അറിയിക്കുന്നു. പവർ ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷണമുണ്ടെന്ന് ഫെബ്ക ആവശ്യപ്പെട്ടിരുന്നു. ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ഹേമ കമ്മിറ്റിയിൽ സ്ത്രീകൾ നടത്തിയ തുറന്നു പറച്ചൽ ഞെട്ടിക്കുന്നെന്ന് ഫെബ്കയിലെ 21 യൂണിയനുകൾക്ക് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കത്തയച്ചു. 15-അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല. വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നവരാണ് സിനിമാ സംഘടനകൾ. ഈ സംഘടനകളെ ആകെ നിയന്ത്രിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് സാധ്യമല്ലെങ്കിലും റിപ്പോർട്ടിലെ പരാമർശത്തിൽ അന്വേഷണം വേണമെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നത് രഞ്ജിത്തിൻ്റെ രാജിയെക്കുറിച്ചാണ്. രഞ്ജിത്ത് രാജിവെച്ചേക്കുമെന്ന രീതിയിൽ അദ്ദേഹം ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ അറിയിച്ചു എന്ന് അംഗങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നുണ്ട്. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷബീദ്, ഇത്തരമൊരു രാജി രഞ്ജിത്ത് നേരിട്ട് എന്നോട് സംസാരിക്കുമ്പോഴും ഈ രാജി അദ്ദേഹത്തോട് ആരും ആവശ്യപ്പെട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റു വിവരങ്ങൾ എനിക്കറിയില്ല. എന്നാലും താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ സിദ്ദീഖിന്റെ രാജി കൂടി വന്നൊരു പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മേൽ സമ്മർദ്ദം ഏറിയിട്ടുണ്ട്. നേരത്തെ തന്നെ സർക്കാർ ആ നിലപാട് അവരോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇന്നലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതും. ഏതായാലും ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ സിദ്ദീഖിന്റെ ഈ രാജി കൂടി വന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ ചലച്ചിത്ര അക്കാദമിയിലെ മറ്റംഗങ്ങളെ വിവരം അറിയിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് രാജിക്ക് സന്നദ്ധത എന്നുള്ളത് മാത്രമാണ് അറിയിച്ചത്. രാജിവെക്കുന്നു എന്നുള്ളതല്ല അറിയിച്ചത്. രാജിവെക്കാൻ ആവശ്യമെങ്കിൽ രാജിവെക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നുള്ള നിലപാടാണ് അദ്ദേഹം അറിയിച്ചത്. പക്ഷേ ഇടതുമുന്നണി, CPIM, സർക്കാർ ഇവർക്ക് 3 പേർക്കും രഞ്ജിത്തിന് ആ സ്ഥാനത്ത് തുടരുന്നതിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. കാരണം അത്രമേൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ സമ്മർദ്ദമുണ്ട്. കാരണം ഈ ധാർമ്മികത അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സിദ്ദീഖിന്റെ രാജി വരുന്നു. സിദ്ദീഖ് സംഘടനാ ഭാരവാഹി തുടരുന്നു. സിദ്ദീഖിന്റെ രാജി വരുന്നു. ആ സാഹചര്യത്തിൽ രഞ്ജിത്തിനെ ഇനി സംരക്ഷിക്കുക സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. കൂടാതെ ശ്രീലേഖ മിത്രയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയും അവർ കേരള പോലീസിന്റെ ഫോൺ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ സർക്കാർ വൃത്തങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ നിയമ നടപടിയുമായി പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുന്നത് വരെയായിരിക്കും രഞ്ജിത്തിന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും സർക്കാരിന് ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല. സർക്കാർ പൂർണ്ണ അർത്ഥത്തിൽ രാജി എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് ഒരു പക്ഷേ കടന്നേക്കും. അത് നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയില്ല, ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന ഒരു വിവരം, ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ അദ്ദേഹം ചില വിവരങ്ങൾ അറിയിച്ചു, അത് രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ള ഒരു വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും പുതിയ സാഹചര്യത്തിൽ രഞ്ജിത്തിന്റെ തീരുമാനങ്ങൾ, രഞ്ജിത്തിന്റെ നിലപാടുകൾ നിർണായകമാകും. മുഖ്യമന്ത്രിയുടെ നിലപാടും നിർണായകമാകും. കാരണം ഇടതുമുന്നണി ഒറ്റക്കെട്ടായി രഞ്ജിത്തിന്റെ രാജി ആവശ്യമുണ്ട്. അതിൽ മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി ചില തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്ത, ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ രഞ്ജിത്ത് തൻ്റെ രാജിക്കാര്യം അറിയിച്ചു എന്നാണ്. എന്നാൽ അദ്ദേഹം രാജിവെച്ചതായി വിവരമൊന്നുമില്ല. സംസ്ഥാന സർക്കാരിലെ പല ആളുകൾക്കും അദ്ദേഹം രാജിവെക്കണമെന്ന ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ അവരും പറയുന്നുണ്ട്. മാത്രമല്ല ഘടകകക്ഷികളും സമ്മർദ്ദം ചെലുത്തുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് രഞ്ജിത്ത് തന്നെ പറയുന്നതാവും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നടൻ സിദ്ദിഖിൻ്റെ രാജി പലരും പ്രതീക്ഷിച്ച് തന്നെയാണ്. അത്ര ഭീകരമായ അനുഭവങ്ങളാണ് ഈ പെൺകുട്ടി ഇന്നലെ 24-മായി പങ്കുവച്ചത്. ഇപ്പോൾ നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് തനീഷ് തമ്പി കൂടി തത്സമയം ചേരുന്നു. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് സ്വമേധയാ രാജിവെച്ച് ഒഴിയുന്നു. എന്തൊക്കെയാണ് തനീഷ് ലേറ്റസ്റ്റ് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്? SKN 2017 നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന മലയാള സിനിമയിലെ പൊട്ടിത്തെറികൾ അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർച്ചയായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? രാഷ്ട്രീയമായ തീരുമാനങ്ങൾക്ക് സർക്കാർ മടിച്ചു നിൽക്കുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ആ ഘട്ടത്തിലാണ് സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ ആ ഒരു ശുദ്ധികലശം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് സ്ഥാനമൊഴിയേണ്ടി വന്നിരിക്കുന്നു. അത് അത്തരത്തിലുള്ളൊരു നിർബന്ധിത സാഹചര്യത്തിലേക്ക് സിദ്ദിഖ് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇന്നലെ 24-ലൂടെയാണ് രേവതി സമ്പത്ത് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയത്. നേരത്തെ 2019 ഇതേ നടി തന്നെ തനിക്കുണ്ടായ അനുഭവങ്ങൾ വെളിപ്പെടുത്തി. അന്ന് ഈ മീ ടു ക്യാമ്പയിനൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ അന്ന് അതത്ര ഗൗരവത്തിൽ പൊതുസമൂഹം എടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ആരും തന്നെ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അവർ തൻ്റെ ആരോപണങ്ങൾ പിന്നീട് ശക്തമായി ഉന്നയിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യം അത് അവർ കൃത്യമായി ഉപയോഗിക്കുകയും തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയാനുള്ള കൃത്യമായ സമയം ഇതാണ്. പ്രത്യേകിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തുകയും ആ രേഖ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് രേവതി സമ്പത്ത് വരുന്നത്. 24-ലൂടെ ഇന്നലെ അവർ ആദ്യം തിരുവനന്തപുരത്ത്
നമ്മുടെ ലേഖകൻ ഹരികൃഷ്ണനുമായി സംസാരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ പറയുന്നു. ഒടുവിൽ അതിനുശേഷം വൈകിട്ട് ഹാഷ്മി താജ് ഇബ്രാഹിമുമായി സംസാരിക്കുമ്പോഴും അവർ വളരെ കൃത്യമായി തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കത് കേട്ടു നിൽക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമായ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. 2019 അവർക്ക് ഈ അനുഭവം നേരിടുന്നത്. +2 കഴിഞ്ഞതിന് ശേഷമുള്ള സമയമായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് അവർക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത്. ആ അതിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ തുറന്നു പറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സിദ്ദിഖിൻ്റെ രാജി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും ഇന്നലെ വൈകിട്ട് പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് രഞ്ജിത്തിൻ്റെ രാജി എപ്പോഴുണ്ടാകും എന്നുള്ളതായിരുന്നു. ബംഗാളി നടി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, അതും 24ലൂടെയായിരുന്നു. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക, രഞ്ജിത്ത് എപ്പോഴായിരിക്കും രാജിവെക്കുക എന്ന കാര്യങ്ങളിൽ മാത്രമായിരുന്നു നമ്മൾ കൂടുതൽ ശ്രദ്ധ ഊന്നിയിരുന്നത്. എങ്കിൽ സമാന്തരമായി സിനിമാ സംഘടനയ്ക്കുള്ളിൽ, നടന്മാരുടെ സംഘടനയ്ക്കുള്ളിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യം ഉരുത്തിരിയുകയായിരുന്നു. അങ്ങനെ സിദ്ദിഖിൻ്റെ രാജി എന്നുള്ള തീരുമാനത്തേക്ക് വരുന്നു. നമുക്കറിയാം, ഇന്ന് രാവിലെ അനൂപ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നടന്മാർ ഈ സിദ്ദിഖ് രാജിവെക്കണം, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രാജിവെക്കുന്നതാണ് ഉചിതം എന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞു. അതിൻ്റെ വാർത്തകൾ ഇങ്ങനെ വികസിച്ച് വരുന്ന ഘട്ടം, കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും ഇക്കാര്യത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ തന്നെ കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ, കൂടുതൽ വിഴുപ്പലക്കലുകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ സിദ്ദിഖ് രാജിവെക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. 2 വരി രാജിക്കത്ത് പ്രസിഡന്റ് മോഹൻലാലിന് അയച്ചു കൊടുക്കുകയായിരുന്നു. എന്തായാലും ഇത് സിനിമാ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സിനിമാ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ഘട്ടം എന്ന് തന്നെ പറയാം. ഏറെ കാലമായി സിനിമയ്ക്കകത്ത് നടന്നു വരുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് പരാതികൾ നിരന്തരം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ ഒരു പരിസമാപ്തി എന്നതിനപ്പുറത്തേക്ക് അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു പൊതുസമൂഹം, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു, അതിൽ നടപടികൾ ഉണ്ടാകാൻ പോകുന്നു, ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ ഒരു സംവിധാനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ പൊതുവിൽ നടിമാർക്കും അതുപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ കൂടുതൽ നടിമാർ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളുടെയും അല്ലാതെ പൊതുമാധ്യമങ്ങളുടെയും ഒക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. ഇതിൻ്റെ തുടർച്ച നിർബന്ധമായും ഉണ്ടാകും. ആ തുടർച്ചയിൽ ആരൊക്കെ ആരോപണ വിധേയരാകും, ആരുടെയൊക്കെ സ്ഥാനമാനങ്ങൾ ചലിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണാം. SKN ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് ഒഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഞങ്ങളുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തനേഷ് തമ്പി. ഒരു 2 വരി മാത്രമുള്ള ഒരു രാജിക്കത്ത് പ്രസിഡന്റ് മോഹൻലാലിന് അദ്ദേഹം അയച്ചു കഴിഞ്ഞു. ഇക്കാര്യം രാജിവെച്ചു എന്ന വാർത്ത അദ്ദേഹം 24നോട് സ്വീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി എന്നാണ്. ഇന്നലെ എൻകൗണ്ടർ പ്രൈമിലും അതുപോലെ അല്ലാത്ത സമയത്തുമൊക്കെ യുവനടി 24നോട് നടത്തിയ ഏറ്റവും വലിയ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് സിദ്ദിഖിൻ്റെ രാജി ഉണ്ടായത്. 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിട്ട്. എന്നാൽ വളരെ പ്രതികൂലമായൊരു സാഹചര്യത്തിൽ, മിക്കവാറും പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാജിക്ക് വേണ്ടി അമ്മയിലെ അംഗങ്ങൾ തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലും അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്നാണ് 2 വരി കത്തിൽ മോഹൻലാലിന് അദ്ദേഹം എഴുതിയത്. മാത്രമല്ല, ഈ കാര്യം എല്ലാവരെയും അറിയിക്കണം. സിദ്ദിഖ് ഇപ്പോൾ കൊച്ചിയിലില്ല, അദ്ദേഹം ഊട്ടിയിൽ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിലാണ്. വൈസ് പ്രസിഡൻ്റായ ജഗദീഷ് തൽക്കാലം പ്രതികരിക്കാനില്ല എന്ന് അറിയിക്കുന്നു. തനേഷ് തമ്പി വീണ്ടും ചേരുന്നു. തനേഷ്, മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? SKN നമുക്ക് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് പൊതുസമൂഹം കാണുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സുകളിലടക്കം, യൂട്യൂബിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സുകളിലടക്കം ഉയർന്നു വരുന്ന നിരവധി കമൻറ്റുകൾ ഉണ്ട്. അത് എല്ലാം ഈ അമ്മ എന്ന് പറയുന്ന സംവിധാനം, അല്ലെങ്കിൽ ഈ ചലച്ചിത്ര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ, ഇതിനോടൊക്കെ എങ്ങനെയാണ് പൊതുസമൂഹം റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഇത് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സിനിമയ്ക്കകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ അതൊക്കെ സാമാന്യവൽക്കരിക്കപ്പെടുകയും അതൊക്കെ സിനിമയുടെ ഭാഗമാണ് എന്ന് കരുതപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു നമുക്ക് മുൻപുണ്ടായിരുന്നത്. എങ്കിൽ ഇപ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് 2017 നടിക്ക് നേരെയുണ്ടായ ആക്രമണമാണ്. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. അതിനുശേഷമാണ് ആളുകൾ തുറന്നു പറഞ്ഞു തുടങ്ങിയത്. ഒടുവിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് കമൻറ്റുകളിൽ തന്നെ കാണാം, ഈ മുസ്തഫ പറയുന്നത് തിലകൻ ചേട്ടനെതിരെയും മാള അരവിന്ദനെ എതിരെയും ഈ അമ്മയിൽ നിന്നുണ്ടായ പീഡനങ്ങൾ ചില്ലറയൊന്നുമല്ല, അതെന്താ ആരും മിണ്ടാത്തത്, നടിമാരുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് റീച്ച് കൂട്ടാനാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓമനക്കുട്ടൻ പറയുന്നു, ഇത്രയും കാലം
ഈ റിപ്പോർട്ട് തന്നെ പൂഴ്ത്തിവെക്കാൻ പ്രമുഖ പ്രതിഭകൾക്കെല്ലാം കഴിഞ്ഞു എന്നതടക്കമുള്ള നിരവധി കമൻറ്റുകളാണ് വരുന്നത്. അതായത് എന്തുകൊണ്ട് 4 വർഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു, ഈ 4 വർഷത്തെ ഈ പൂഴ്ത്തിവെക്കലിൻ്റെ ഈ കാലഘട്ടം, ആ കാലഘട്ടത്തിനിടയ്ക്ക് എത്ര നടിമാർക്ക് അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള മാനസിക പീഡനങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കയ്യേറ്റങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തായാലും സർക്കാരിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ട നിർബന്ധിത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൽ വളരെ ഒരു അഴകുഴമ്പൻ സമീപനം എന്ന് തന്നെ നമുക്ക് പറയാം. സാംസ്കാരിക മന്ത്രി, സിനിമാ മന്ത്രിയുമായ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരുന്നത് അത്തരത്തിലുള്ള നിലപാടുകളായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോകേണ്ട നിർബന്ധിത സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്തേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം ഉരുത്തിരിഞ്ഞു വരുന്നു. മാത്രമല്ല ഇക്കാര്യത്തിൽ പോലീസ് നടപടി എന്ത് എന്നുള്ള ഒരു ചോദ്യം ഇനി വളരെ പ്രസക്തമാണ്. കാരണം അത്തരത്തിലുള്ള പീഡനാനുഭവങ്ങളാണ് പല നടിമാരും തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോഴും പുറത്തു വരാത്ത ഭാഗങ്ങളിലാണെങ്കിലും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നടിമാരും സിനിമാ പ്രവർത്തകരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിലൂടെയാണെങ്കിലും അപ്പോൾ അത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് സർക്കാരും എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ആദ്യത്തെ നമ്മൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ പറയുന്നത് പോലെ ആദ്യത്തെ വിക്കറ്റ് വീണു എന്ന് പറയുന്നതിൻ്റെ സമാനമായിട്ടാണ് ആദ്യത്തെ വിക്കറ്റ് ഇക്കാര്യത്തിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. അത് സിദ്ദിഖിൻ്റെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം തെറിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ വിക്കറ്റ് രഞ്ജിത്താകുമോ അതോ കൂടുതൽ ആളുകളുണ്ട് ഇക്കാര്യത്തിൽ ക്യൂവിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു സന്ധിയിലേക്ക് ഇപ്പോൾ മലയാള സിനിമ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് മലയാള സിനിമയിൽ ഒരു സമൂലമായ മാറ്റം, ഒരു ശുദ്ധികലശം കൊണ്ടുവരുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും പൊതുസമൂഹം അത്തരത്തിലുള്ള ഒരു വലിയ സമ്മർദ്ദ ശക്തിയായി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. SKN. ഓക്കെ, തനേഷ് തമ്പിയാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകി.